എനിക്കറിയാം ഈ വീഡിയോയ്ക്ക് ശേഷം ചിലപ്പോൾ എനിക്ക് ഒരുപാട് തെറി കേൾക്കാം. പക്ഷേ ഞാൻ തെറി കേൾക്കാൻ തയ്യാറാണ്. കാരണം ഇത്രയും നാൾ ഞാൻ ഒറ്റയ്ക്കാണ് തെറി കേട്ടുകൊണ്ടിരുന്നത്. ഇനി കുറച്ചു നേരം ഈ തെറി കേൾപ്പിക്കുന്നവരും കൂടെ തെറി കേൾക്കട്ടെ. വേറെ ഒന്നുമില്ല, ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യൻ സ്മാർട്ട് വാച്ച് ബ്രാൻഡുകളെ പറ്റിയിട്ടാണ്. ആൻഡ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്മാർട്ട് വാച്ചുകളൊന്നും ഞാൻ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് ഒരു ബ്രാൻഡിനെയും എടുത്തു പറയേണ്ട. പക്ഷേ എടുത്തു പറയേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ ഇന്ത്യൻ ബ്രാൻഡ്സ് എന്ന് പറയുന്ന ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകൾക്കും തന്നെ ആപ്ലിക്കബിൾ ആണ്. ഒരു ആമോലെഡ് ഡിസ്പ്ലേയും മെറ്റാലിക് ബിൽഡും ബ്ലൂടൂത്ത് കോളിങ്ങും കൊടുക്കുന്നതാണ് ഒരു സ്മാർട്ട് വാച്ച് എന്നാണ് ഈ ഒരു ഇന്ത്യൻ ബ്രാൻഡ്സ് വിചാരിക്കുന്നതെങ്കിൽ ഒരു 1500 രൂപ എടുത്തു കഴിഞ്ഞാൽ ചൈനീസ് വെബ്സൈറ്റിൽ കഴിഞ്ഞ 3 വർഷം തൊട്ട് തന്നെ ഈ സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. ആൻഡ് ഏകദേശം 35 കൂടുതൽ സ്മാർട്ട് വാച്ചുകൾ നമ്മൾ റിവ്യൂ ചെയ്ത് അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് പറയുകയാണ്, എനിക്ക് പേഴ്സണലി 2 വാച്ച് ബ്രാൻഡുകൾ മാത്രമേ പ്രോപ്പറായിട്ട് അറ്റ്ലീസ്റ്റ് നിയർ പ്രോപ്പർ സ്മാർട്ട് വാച്ചുകൾ ഉണ്ടാക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. ഒന്നാമത്തേത് നമ്മുടെ ആപ്പിൾ വാച്ചാണ്. ആൻഡ് രണ്ടാമത്തേത് സാംസങ്ങിൻ്റെ ഗാലക്സി വാച്ചാണ്. ഇത് രണ്ടുമാണ് നിയർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ച്, അഥവാ കുറച്ചെങ്കിലും കമ്പനി അതിൽ എഫർട്ട് ഇട്ട് ഒരു റിസൾട്ട് കൊണ്ടുവരാൻ നോക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം തന്നെ അച്ചടിച്ച മാതിരിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബ്രാൻഡുകൾ എന്തൊക്കെ മിസ്റ്റേക്കുകളാണ് ചെയ്യുന്നത്, നമ്മൾ അറിയാത്ത എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്, ആൻഡ് ബ്രാൻഡുകൾ എന്ത് ചെയ്ത് വേണം ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. ഇന്ത്യൻ സ്മാർട്ട് വാച്ച് മാർക്കറ്റ് കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ആൻഡ് ഒട്ടുമിക്ക എല്ലാ ഇന്ത്യൻ സ്മാർട്ട് വാച്ചുകളും വിൽക്കപ്പെടുന്നത് ഫിറ്റ്നസ് ഈ ഒരു ഒറ്റ പേരിലാണ്. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് തമ്മിൽ കാണാനുള്ള ഒരു വ്യത്യാസം അല്ലാതെ ബാക്കി ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഓൾമോസ്റ്റ് എല്ലാ വാച്ചുകളിലും സെയിം ആയിട്ടാണ്. ആൻഡ് വാച്ച് കമ്പനികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം നമ്മൾ ഇന്ത്യൻ കസ്റ്റമേഴ്സ് അങ്ങനെയായി പോയി. അതായത് നമ്മൾക്ക് വാല്യൂ ഫോർ മണി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തലയിൽ ആരോ കുത്തിക്കയറ്റി വെച്ചിരിക്കുന്നുണ്ട്. നമുക്ക് മാക്സിമം ക്വാണ്ടിറ്റിയുള്ള മാക്സിമം ഫീച്ചേഴ്സ് വളരെ കുറഞ്ഞ പ്രൈസിൽ കിട്ടുമെങ്കിൽ ചാടി വീഴുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ഒട്ടുമിക്ക എല്ലാവർക്കും ഉള്ളത്. സോ ആ ഒരു കാര്യത്തിനെ തന്നെയാണ് ഈ ബ്രാൻഡുകൾ ചൂഷണം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ സ്മാർട്ട് വാച്ച് ബ്രാൻഡുകളുടെ കാശ് മുഴുവനും പോകുന്നത് 2 കാര്യത്തിലാണ്. ഒന്ന് സെലിബ്രിറ്റികളെ കൊണ്ടുവരിക എന്നുള്ളതും, രണ്ടാമത്തത് മാർക്കറ്റിംഗ്. സത്യം പറഞ്ഞാൽ ഈ വാച്ചുകളിലേക്കുള്ള ഫിറ്റ്നസ് ട്രാക്കിംഗ് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻസേഴ്സ് നമുക്ക് അതിൻ്റെ ഡേറ്റ റീഡ് ചെയ്ത് തരുന്നു എന്നല്ലാണ്ട് എനിക്ക് വേറൊന്നും തന്നെ അതിൻ്റെ പുറകിൽ നടക്കുന്നതായിട്ട് ഇന്നേ വരെ തോന്നിയിട്ടില്ല. അതായത് ഈ സെൻസറിൽ നിന്നും കിട്ടുന്ന ഡേറ്റയൊക്കെ പ്രോസസ് ചെയ്ത് നമുക്ക് മീനിങ് ഫുൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് തരുന്ന ഒരു അൽഗോരിതം എന്ന് പറയുന്ന സാധനം ഈ വാച്ചുകളിലെല്ലാം തന്നെ കോമൺ ആണ്. ആൻഡ് ഈ വാച്ചുകളിലുള്ള അൽഗോരിതങ്ങളെല്ലാം തന്നെ വളരെ മോശമാണ്. ഐ മീൻ SpO2 സെൻസറുള്ള വാച്ചുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ SpO2 സെൻസർ എപ്പോഴും 95-100 ഇടയ്ക്ക് തന്നെ ആയിരിക്കും കാണിക്കുന്നത്. ടെമ്പറേച്ചർ സെൻസർ അഥവാ തെർമോമീറ്ററുള്ള വാച്ചുകൾ ഇറങ്ങുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും 34 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും ഇരിക്കുന്നത്. ആൻഡ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉള്ള ഒരു വാച്ച് ഇറക്കും. അത് ഏതൊരു സാധനത്തിൽ വെച്ച് കഴിഞ്ഞാലും ഹാർട്ട് റേറ്റ് കാണിക്കുമെന്ന് മാത്രമല്ല, കാണിക്കുന്നത് കൊണ്ട് ഈ ഡേറ്റ എടുത്ത് നമ്മുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല. പക്ഷേ പ്രശ്നം വരുന്നത് കൺസിസ്റ്റൻസിയിലാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ആപ്പിൾ വാച്ച് എടുക്കുക. ആപ്പിൾ വാച്ചിനകത്ത് ഹൈ ഹാർട്ട് റേറ്റ് അലേർട്ട് എന്ന് പറഞ്ഞ ഫീച്ചർ ഉണ്ട്. അതായത് നിങ്ങളൊരു 10 മിനിറ്റത്തേക്ക് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുവാണെങ്കിൽ ആപ്പിൾ വാച്ചിൽ അലേർട്ട് കാണിക്കും നിങ്ങളുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ കൂടുന്നുണ്ട്, എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്നുള്ളത്. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ ആപ്പിൾ വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആപ്പിൾ വാച്ച് കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ടിന്യൂസ്ലി ഹാർട്ട് റേറ്റ് മെഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളത് ഊരി വെച്ചിട്ട് കുളിക്കാൻ പോയിട്ട് തിരിച്ചു വന്നിട്ട് നിങ്ങൾ വാച്ച് കിട്ടിയ സമയത്ത് ഈ കുളിക്കാൻ പോയപ്പോൾ വാച്ച് ഒരു ടേബിളുമേ വെച്ചപ്പോൾ ആ ഒരു ടേബിളിൻ്റെ ഡേറ്റയും ഇത് റീഡ് ചെയ്യുന്നുണ്ട്. കാരണം സെൻസറാണ് അതിൻ്റെ ജോലി എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നതാണ്. ആൻഡ് ആ റീഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയും നമ്മുടെ ആക്ച്വൽ ഹാർട്ട് റേറ്റിൻ്റെ ഡേറ്റയുടെ കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 89-90 ഹാർട്ട് റേറ്റ് പെട്ടെന്ന് 100 വീണ്ടും 90 ആകുമ്പോൾ ഫോൾസ് ആയിട്ട് നമ്മുടെ ഹാർട്ടിന് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ള ഒരു ഫോൾസ് ഇൻഡിക്കേഷൻ അവിടെ ഡേറ്റയായിട്ട് കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ പ്രോബ്ലം. സോ സെൻസർ എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ടും യാതൊരു കാര്യമില്ല. ഈ ഒരു ഡേറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിലാണ് ആക്ച്വൽ ഫിറ്റ്നസ് ഉള്ളത്. അത് ഈ ബ്രാൻഡുകൾ ഇറക്കുന്ന ഒരു വാച്ചിലും തന്നെ ഞാൻ കണ്ടിട്ടുമില്ല. ആൻഡ് അഗൈൻ വേറൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ നമ്മുടെ ഡേറ്റയൊക്കെ കളക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഡേറ്റ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാനൊരു ഫീച്ചറിൽ ഈ ഡേറ്റയൊക്കെ ജസ്റ്റ് ആ ഒരു ആപ്ലിക്കേഷൻ കാണിക്കുന്നു എന്നല്ലാണ്ട് നമുക്ക് ആക്ച്വലി ഒരു CSV ഫയലായിട്ടൊന്നും കിട്ടില്ല, എക്സ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ ഓണർ ബാൻഡിനകത്തും MA ബാൻഡിനകത്തും നോർമൽ ഫിറ്റ്നസ് ബാൻഡുകളിൽ നമ്മൾക്ക് ആക്ച്വലി ഡേറ്റ എക്സ്പോർട്ട് ചെയ്ത് അതിൻ്റെ അൽഗോരിതം എന്തൊക്കെയാണ്, ഓരോ ഹാർട്ട് റേറ്റ് ആണെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു ഡേറ്റ റെക്കോർഡായത്, ഈവൻ SpO2 ആണെങ്കിൽ എങ്ങനെയാണ് റെക്കോർഡായത് എന്നുള്ളൊരു ടോട്ടൽ കമ്പ്യൂട്ടറിൽ ഇട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫയലുകൾ കിട്ടുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള സ്മാർട്ട് വാച്ചുകളിൽ കിട്ടുന്നില്ല. പിന്നെ ഏറ്റവും ഐറോണിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന സ്മാർട്ട് വാച്ച് എന്നുള്ള പേരിൽ വിൽക്കപ്പെടുന്ന ഫിറ്റ്നസ് ബാൻഡുകൾ ആക്ച്വലി സ്മാർട്ട് അല്ലാതെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഐ മീൻ പെട്ടിക്ക് പുറത്ത് ഒരു സ്മാർട്ട് വാച്ച് എന്ന് എഴുതുന്നുണ്ട്. നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുമ്പോൾ വീഡിയോയുടെ ടൈറ്റിൽ നമ്മൾ സ്മാർട്ട് വാച്ച് എന്ന് തന്നെ ഇടാൻ പറ്റുള്ളൂ, കാരണം അതാണ് അതിൻ്റെ പേര്. പക്ഷേ നമ്മുടെ ഫോണുകളിലെ ആപ്ലിക്കേഷൻസ് എങ്ങനെയുണ്ടോ അതേപോലെ തന്നെയുള്ള ആപ്ലിക്കേഷൻസ് ഈ വാച്ചുകളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ഇനി അഥവാ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ അവിടെ കാണും, ചിലപ്പോൾ പകുതിയേ കാണുള്ളൂ, ഇമോജീസ് കാണില്ല. അതുകൊണ്ട് തന്നെ നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള വൈബ്രേഷൻ വഴി അറിയുമെന്നല്ലാണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ കാണണമെങ്കിൽ ഫോൺ എടുത്ത് കാണണം. അതിലും ഭേദം ഫോണിലുള്ള വൈബ്രേഷൻ തന്നെ പോരെ. ഇനി ഏറ്റവും ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഞാൻ ആപ്പിൾ വാച്ച് സീരീസ് 3
2017 ഇറങ്ങിയിരിക്കുന്ന വാച്ച് കണ്ടിന്യൂസ്ലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പോട്ടിഫൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് പ്ലെയറിൽ നിന്ന് നമ്മൾ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആക്ച്വലി ക്യൂ കാണിക്കും. അതായത് അടുത്ത പാട്ടുകൾ ഏതൊക്കെയാണ് നമുക്ക് വാച്ചിനകത്ത് നിന്ന് സ്ക്രോൾ ചെയ്ത് ആ ഒരു പാട്ട് സെലക്ട് ചെയ്ത് പ്ലേ ചെയ്യാൻ പറ്റും. അതാണ് ആക്ച്വലി മ്യൂസിക് കൺട്രോൾ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വാച്ചുകളിലൊക്കെ മ്യൂസിക് കൺട്രോൾ എന്നുള്ള പേരിൽ ജസ്റ്റ് പ്ലേ, പോസ്, നെക്സ്റ്റ് സോങ്, പ്രീവിയസ് സോങ്, വോളിയം കൂട്ടാൻ കുറയ്ക്കാം, ഇത് മാത്രമേ ഉള്ളൂ. ചിലതിലൊക്കെ ഈ ഒരു പാട്ട് ഏതാണ് പ്ലേ ആവുന്നതിൻ്റെ പേര് പോലും കാണിക്കുന്നില്ല. ഒരു ട്രൂ വയർലെസ് ഇയർഫോൺസിൽ നമുക്ക് ജസ്റ്റ് ടാപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടി ഒരു സ്ക്രീൻ കൊടുത്ത് അതിനെ മ്യൂസിക് കൺട്രോൾ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു യോജിപ്പുമില്ല. പക്ഷേ ദാറ്റ് ഈസ് ഓൺലി മ്യൂസിക് കൺട്രോൾ യു ഗെറ്റ്. എനിക്ക് വിഷമം വരുന്നൊരു കാര്യം അതല്ല, 2017 ഇറങ്ങിയ സാംസങ് ഗാലക്സി വാച്ച് ആയിക്കോട്ടെ, 2017 ഇറങ്ങിയ ആപ്പിൾ വാച്ച് ആയിക്കോട്ടെ, ഇതിനകത്തൊക്കെ ഒരു ഫീച്ചർ 2022 ആയില്ല. അറ്റ്ലീസ്റ്റ് അവർക്ക് കോപ്പിയെങ്കിലും ചെയ്തുകൂടെ? എന്തൊക്കെ കാര്യങ്ങൾ കോപ്പി ചെയ്യുന്നുണ്ട്. ഈ ഡിസൈൻ കോപ്പി ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫീച്ചേഴ്സും കൂടെ ഒന്ന് കോപ്പി ചെയ്തൂടെ? അറ്റ്ലീസ്റ്റ് ഉപകാരമുള്ളത്. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ചില സമയത്തൊക്കെ കമൻറ്റുകൾ വരാറുണ്ട്, ബ്രോ എനിക്ക് ഫോൺ കൊണ്ട് പുറത്തൊന്നും ഓടാനൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ വാച്ചിനകത്ത് തന്നെ എനിക്ക് പാട്ട് ആഡ് ചെയ്തിട്ട് വാച്ചിനകത്ത് തന്നെ നമുക്ക് ഇയർഫോൺസ് പെയർ ചെയ്ത് കേൾക്കാൻ പറ്റുന്ന നല്ല സ്മാർട്ട് വാച്ചസ് പറഞ്ഞു തരാമോ എന്ന്. ഡെഫിനറ്റ്ലി നമുക്ക് 5000 രൂപയ്ക്ക് താഴെയുള്ള വാച്ചുകളിലും ഇത്തരത്തിലുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം അവർ കോപ്പി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് ഫോണിൽ നിന്നും നമ്മുടെ വാച്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അത് ബ്ലൂടൂത്ത് വഴിയാണ് ട്രാൻസ്ഫർ ആവുന്നത്. ആൻഡ് 90s ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് വഴി ഫയലുകൾ ഒരു ഫോണിൽ നിന്ന് മറ്റേ ഫോണിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾക്കറിയാമല്ലോ എത്ര ഫാസ്റ്റ് ആയിരിക്കുമെന്ന്. സോ നിസാരം 5 പാട്ട് എനിക്ക് കേട്ടണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 40-45 മിനിറ്റെങ്കിലും ഈ വാച്ചും ഫോണും അടുത്ത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അടിപൊളി. എന്നെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യം അമേസ് ഫിറ്റിൻ്റെ GTS 2 എന്ന് പറഞ്ഞൊരു വാച്ച് 2 വർഷം മുന്നേ ഇറങ്ങിയ വാച്ചാണ്. അതിനകത്ത് അവർ ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വൈഫൈ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ്? പാട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രം. അതായത് കുറച്ച് ഫാസ്റ്റായിട്ട് 5-6 പാട്ടൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു 5-10 മിനിറ്റിൽ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത് സ്പെഷ്യൽ വൈഫൈ ഫീച്ചർ കൊടുത്തിട്ടുണ്ട് 2 വർഷം മുന്നേ ഇറങ്ങിയ വാച്ചിൽ. അതുപോലും കൊടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് തന്നെ പറയാനായിട്ട് വിഷമമാവുന്നുണ്ട്, ഗിമിക്കി ഫിറ്റ്നസ് മോഡുകൾ. എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വാച്ചിനകത്ത് 100 ഫിറ്റ്നസ് മോഡ് ഉണ്ട്, 110 ഉണ്ട്, 120 ഉണ്ട് എന്ന്. കമ്പനി പറയുന്നു 110 ഉണ്ടെന്ന്, അതിനകത്ത് 110 കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയൻസിനോട് പറഞ്ഞല്ലേ പറ്റൂ അതിനകത്ത് 110 ഉണ്ടെന്ന്. പക്ഷേ ആക്ച്വലി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ 110 സ്പോർട്സ് മോഡുകളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ 110 എത്ര എണ്ണം ഉപയോഗിക്കും? അതൊന്നാമത്തെ കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഈ 110 സ്പോർട്സ് മോഡ്സൊക്കെ നിങ്ങൾ എടുത്തോ, ഈ ഓരോ സ്പോർട്സ് മോഡിലും റെക്കോർഡാവുന്ന ഡേറ്റ സെയിമാണ്. ഏത് നമ്മുടെ ഹാർട്ട് റേറ്റും അതേപോലെ എത്ര നേരമായിട്ട് ഇത് ഓടുന്നു എന്നുള്ളത്. ഇത് മാത്രമാണ്, അല്ലാണ്ട് വേറെ യാതൊരു സ്പെഷ്യൽ അൽഗോരിതവും ഈ 110 മോഡുകളുടെ പുറകെയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എല്ലാം ഒരേപോലെ തന്നെയാണ് ഡേറ്റ കാണിക്കുന്നത്. സോ എന്തിന് ഇത്രയും മോഡുകൾ? ഇനി വേറൊരു കോമഡി, ഇൻഡോർ വർക്കൗട്ടുകൾ ഔട്ട്ഡോർ വർക്കൗട്ടുകൾ എന്ന് പറയുന്ന 2 സെക്ഷൻസ് ഒക്കെ ഉണ്ടാവുമെങ്കിലും ഇൻഡോർ വർക്കൗട്ടിൽ നമ്മൾ ഉള്ളിൽ നടക്കുന്ന സമയത്ത് എത്ര സ്റ്റെപ്പുകൾ നടന്നു എന്നും എത്ര ഹാർട്ട് റേറ്റ് ആണ് എന്നുള്ളത് മെഷർ ചെയ്ത് നമുക്ക് ജസ്റ്റ് കാണിക്കുന്ന ഒരു സ്റ്റോപ്പ് വാച്ച് അല്ലെങ്കിൽ ടൈമർ വെച്ചിട്ട് എന്നല്ലാതെ ഔട്ട്ഡോർ വർക്കൗട്ട് എടുത്ത് നോക്കുവാണെങ്കിലും ഈ വാച്ചുകളിലൊന്നും തന്നെ GPS ഫീച്ചർ കിട്ടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇൻഡോർ വർക്കൗട്ട് മോഡിൽ എന്താണോ നടന്നത് അത് തന്നെയാണ് ഒരു ഔട്ട്ഡോർ വർക്കൗട്ട് മോഡിലും കാണിക്കുന്നത്. ആൻഡ് ചുരുക്കം ചില വാച്ചുകളിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള GPS ഉപയോഗിച്ച് നിങ്ങൾ പോയ റൂട്ട് ട്രാക്ക് ചെയ്യുന്നത് കാണിക്കുമെങ്കിലും ഓടാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ ഫോൺ കൊണ്ടുപോകണം എന്ന് മാത്രമല്ല, ചില സമയത്തല്ല ഒട്ടുമിക്ക സമയങ്ങളിലും ഈ GPS ഡേറ്റയും നമ്മുടെ വാച്ചിലുള്ള ഡേറ്റയും നമ്മൾ സിങ്ക് ആവാറില്ല. ആൻഡ് എന്നെ ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നത് നിങ്ങൾ പലരും അറിയാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ മേ ബി 35 സ്മാർട്ട് വാച്ചുകളൊക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും ആക്ച്വലി എൻ്റെ ഒരു 50-60 സ്മാർട്ട് വാച്ചുകൾ വന്ന് കാണും. ചില സ്മാർട്ട് വാച്ചുകളൊക്കെ റിവ്യൂ ചെയ്യുന്നതിന് മുന്നേ ഓൺ ആക്കുമ്പോൾ തന്നെ ഓൺ ആവാറില്ല, എൻ്റെ വീഡിയോസ് നമ്മൾ ഇടാറില്ല. ഇനി ഓൺ ആയാൽ തന്നെ ഈ വാച്ചുകൾ നമ്മൾ കെട്ടിക്കൊണ്ട് പുറത്തൊക്കെ നടക്കുമ്പോൾ എനിക്ക് കാണുന്ന ഒരേ ഒരു ഡേറ്റ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർട്ട് റേറ്റ്, എപ്പോഴും ഒരു 89-90 നിൽക്കുന്ന ഹാർട്ട് റേറ്റ് അല്ലാണ്ട് സമയം മാത്രമാണ് കാണിക്കുന്നത്. ഇതിന് ഞാൻ ഇത്രയും രൂപ കൊടുത്ത് സ്മാർട്ട് വാച്ച് മേടിക്കേണ്ട ആവശ്യമുണ്ട്? ഒരു സാധാ ഡിജിറ്റൽ വാച്ച് മേടിച്ചിട്ട് അതിനകത്ത് സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കിയാൽ പോരെ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അത്തരത്തിലുള്ള വാച്ചുകൾ അങ്ങനെ തന്നെ വീട്ടിലിരിപ്പുണ്ട്, റിവ്യൂ പോലും ചെയ്തിട്ടില്ല. എന്തിന്? ഓക്കെ, ഇനി കുറച്ച് ഹിഡൻ ആയിട്ടുള്ള ഫാക്ട്സ്. സോ ഞാൻ ഈ വീഡിയോയിൽ ആപ്പിൾ വാച്ചിനെ കുറിച്ച് സാംസങ് വാച്ചിനെ കുറിച്ചൊക്കെ നല്ലത് പറഞ്ഞെങ്കിലും എന്തുകൊണ്ട് ഞാൻ ഇന്ത്യൻ ബ്രാൻഡ്സിനെ ഫോക്കസ് ചെയ്ത് ഇന്ത്യൻ ബ്രാൻഡ്സിൽ ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, ഇറ്റ്സ് ആൻ ഇന്ത്യൻ ബ്രാൻഡ്, അത് നമ്മുടെ ബ്രാൻഡാണ്. ഈ ബ്രാൻഡുകൾ വളർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങളും ഞാനും ഒക്കെയാണ്. നമ്മളുടെ അധ്വാനവും നമ്മൾ അധ്വാനിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന പൈസയും കൊടുത്ത് ഇവരുടെ വാച്ചുകൾ മേടിച്ചിട്ടാണ് ഈ കമ്പനികളെല്ലാം വലുതായിക്കൊണ്ട് വരുന്നത്. ഈ നമ്മളെ തന്നെ ഇത്തരത്തിൽ അവർ ചെയ്യുക എന്ന് പറയുന്നത് മോശമല്ല. പേഴ്സണലി സത്യം പറയാമല്ലോ, ബ്രാൻഡുകളല്ല പ്രശ്നം. ബ്രാൻഡുകൾ ആക്ച്വലി നല്ല ബ്രാൻഡുകളാണ്. പക്ഷേ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ വരുന്നില്ല. കാരണം ഒരൊറ്റ കമ്പനിക്കും അവരുടെ വാച്ചിലേക്ക് ആക്ച്വലി മണി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ലാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഇന്ത്യയിൽ ഇറങ്ങുന്ന ഇന്ത്യൻ ബ്രാൻഡുകളുടെ പേരിലുള്ള സ്മാർട്ട് വാച്ചുകൾ എന്ന് പറയുന്നത് ബേസിക്കലി ഏതോ ഒരു ചൈനീസ് സ്മാർട്ട് വാച്ചിൻ്റെ റീബ്രാൻഡഡ് വെർഷനാണ്. സത്യം പറഞ്ഞാൽ ഈ കമ്പനികളൊക്കെ ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്, ഇതിൻ്റെ ഇൻ്റർഫേസ് ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്, ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ ചൈനയിൽ പോയി കഴിഞ്ഞാൽ കിട്ടും. ജസ്റ്റ് നിങ്ങൾ ചൈനയിൽ ഒരു മാനുഫാക്ചറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ, പൊതുവെ ഷെൻസൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നിങ്ങൾ
ഏതൊരു വാച്ച് അല്ലെങ്കിൽ ഏതൊരു പ്രൊഡക്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഷെൻസൻ എന്നുള്ള പേര് കാണും. ഈ ഒരു സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ നല്ലൊരു മാനുഫാക്ചറെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു കാറ്റലോഗ് ഓഫ് വാച്ചുകൾ അവർ തരും, ഇനി ഇറക്കാൻ പോകുന്ന വാച്ചുകൾ ഇതൊക്കെയാണ് എന്ന്. സോ നമ്മൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഇതിനകത്ത് ഏതാണ് നമുക്ക് വേണ്ടതെന്ന് പിക്ക് ചെയ്യുക, നമ്മുടെ ലോഗോ ഏതാണോ അത് അവിടെ കൊടുക്കുക, അതിന്മേ അടിക്കുക, നമ്മുടെ പെട്ടിക്ക് വല്ല ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക. പെട്ടിയായിട്ട് അവിടെ നിന്ന് തന്നെ നമുക്ക് സാധനം കിട്ടും. ജസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇമ്പോർട്ട് ചെയ്യുക, വിൽക്കുക. സോ ഇത്ര എളുപ്പപ്പണി അവിടെ ഉള്ളതുകൊണ്ട് ഈ ബ്രാൻഡുകളെല്ലാം തന്നെ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന് ഡിസൈൻ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടിരുന്ന സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, അത്രയും കാശ് അവിടെ കൊണ്ട് കളയുന്നതിലും ഭേദം ഈ കാശൊക്കെ എടുത്തിട്ട് സാധനം മേടിക്കുക, മാർക്കറ്റിങ്ങിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ലാഭമായില്ലേ. ലാഭം ആയോ ഇല്ലയോ എന്നറിയില്ല. ഇന്ത്യൻ കൺസ്യൂമേഴ്സ് അത് മേടിക്കുന്നുണ്ട്. കാരണം ഫീച്ചർ റിച്ച് വാച്ചുകൾ കിട്ടുന്നുണ്ട്, വില കുറവ് എന്നുള്ളതുകൊണ്ട് ആൾക്കാർ സാധനം മേടിക്കണമെങ്കിൽ പിന്നെ നമ്മൾ എന്തിനു കഷ്ടപ്പെട്ട് ഇതിനകത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതിനൊരു വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ഡാഫിറ്റ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ ഏതോ ഒരു ചൈനീസ് വാച്ച് എനിക്ക് റിവ്യൂവിന് വേണ്ടി വന്ന സമയത്ത് അതിനകത്ത് പറഞ്ഞിരുന്നാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന്. പക്ഷേ എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഒട്ടുമിക്ക ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള വാച്ചുകൾ പോലും ഈ ഒരു ഡാഫിറ്റ് ആപ്ലിക്കേഷൻ തന്നെയാണ് ഉപയോഗിക്കുന്നത്. മേ ബി ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഡാഫിറ്റ് എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ എൻ്റെ വാച്ചിൻ്റെ കൂടെ ഉണ്ടെന്ന് തോന്നും. പക്ഷേ ഈ തോന്നുന്നവരുടെ കയ്യിലൊക്കെ ഉള്ളത് ഡിഫറെൻറ്റ് ബ്രാൻഡുകളുടെ വാച്ചായിരിക്കും. ഇതെല്ലാം തന്നെ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലായിരിക്കും കണക്ട് ആവുന്നത്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ പോലും അവർക്ക് ഉണ്ടാക്കേണ്ട ഒരു എഫേർട്ട് അവിടെ വരുന്നില്ല. നിസ്സാരമായിട്ടുള്ള കാര്യം പറയാൻ, നിങ്ങളൊരു സ്മാർട്ട് ഫോൺ എടുക്കുന്ന സമയത്ത് അതിനകത്ത് 60 ഹെർട്സിൻ്റെ ഒരു സ്ക്രീനാണ് എന്ന് പറയുമ്പോൾ 2022 വിഷമം വരുന്നുണ്ട്. എന്നാൽ ഒരു സ്മാർട്ട് വാച്ച് മേടിക്കുന്ന സമയത്ത് ഒട്ടുമിക്ക എല്ലാ സ്മാർട്ട് വാച്ചിനകത്തും 30 അല്ലെങ്കിൽ 40 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യത്തിൽ ആൾക്കാർക്ക് അങ്ങനെ ബുദ്ധിമുട്ടും ഇല്ല. പ്ലസ് അതിൻ്റെ UI എന്ന് പറഞ്ഞാൽ പലതിന് ആനിമേഷൻ എന്ന് പറഞ്ഞ സാധനം പോലും ഇല്ല. ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ചടേ എന്ന് പറഞ്ഞിട്ട് സ്ക്രീനുകൾ മാറുന്നുണ്ട്. ആനിമേഷൻസ് പോലും എടുത്ത് കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ള UIക്ക് ആൾക്കാർക്ക് പ്രശ്നമൊന്നുമില്ല. സോ ഇത്രയും സ്മാർട്ട് വാച്ചുകളൊക്കെ കണ്ട് റിവ്യൂ ചെയ്ത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ ആക്ച്വലി കുറച്ച് വലുതല്ല, കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണം. ആൻഡ് ഈ ചെയ്യേണ്ട ഇമ്പ്രൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് പറയാം. പക്ഷേ അതിനുള്ള കാശും ഇവരുടെ കയ്യിലുണ്ട്. അത് ജസ്റ്റ് ഒന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മാത്രം മതി. ഒന്നാമത്തേത്, ഈ ബ്ലൂടൂത്ത് കോളിംഗ് എന്ന് പറഞ്ഞിറക്കുന്ന ഒട്ടുമിക്ക സ്മാർട്ട് വാച്ചുകളും ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ബ്ലൂടൂത്ത് ചാനലാണ് വരുന്നത്. ട്രൂ വയർലെസ് ഇയർഫോൺസ് ഒക്കെ കണക്ട് ചെയ്യുന്ന പോലെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ ഫോണിനകത്ത് പാട്ട് വയ്ക്കുമ്പോൾ ആ ഒരു പാട്ട് വാച്ചിനകത്ത് പ്ലേ ഒരു മിനി ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ പോലെ വർക്ക് ചെയ്യും. ഈ 5000 താഴെയുള്ള ഒട്ടുമിക്ക എല്ലാ ബ്ലൂടൂത്ത് കോളിംഗ് വാച്ചുകളും പ്രോപ്പറായിട്ട് റിലയബിളായിട്ട് വർക്ക് ചെയ്യാറില്ല. സോ ആ കാര്യത്തിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ രണ്ടാമത്തെ ഒരു ട്രൂ വയർലെസ് ഇയർഫോൺ നിങ്ങളുടെ വാച്ചിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ആ കണക്ഷൻ സ്റ്റേബിൾ ആക്കാനും വാച്ചിനകത്തേക്ക് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ വാച്ചിനകത്തേക്ക് ഈ ഒരു പാട്ടുകൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്പീഡ് കൂട്ടാനും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വൈഫൈ വെക്കാനും ശ്രമിക്കുക. ഈ 100ലധികം സ്പോർട്സ് മോഡ്സ് ഒന്നും ഒരു മനുഷ്യനും വേണ്ട. ഞാനിപ്പോൾ എൻ്റെ ഓഡിയൻസിൻ്റെ അടുത്ത് വെച്ചിട്ട് പോൾ ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ജസ്റ്റ് നിങ്ങളൊരു 10 സ്പോർട്സ് മോഡ് കൊടുക്കുക. ഈ 10 എണ്ണവും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന 10 എണ്ണവും നമ്മൾ എന്തെങ്കിലും തമ്മിൽ ഡേറ്റ പ്രോസസ് ചെയ്യുന്നതിൽ വ്യത്യാസം വരുന്ന രീതിയിൽ അൽഗോരിതത്തിൽ മാത്രം വർക്ക് ചെയ്ത് ഒരു നല്ല 10 സ്പോർട്സ് മോഡ് കൊണ്ടുവരിക. ഞാൻ കൊടുത്ത കാശിന് ആക്ച്വലി കമ്പനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ വരുത്താൻ ശ്രമിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആവും. പിന്നെയുള്ള നിങ്ങളുടെ വാച്ചിൻ്റെ യൂസർ ഇൻ്റർഫേസ് കുറച്ചുകൂടെ ബെറ്റർ ആക്കുക. ജസ്റ്റ് ബ്രാൻഡിൻ്റെ പേര് വാച്ച് ഓണാക്കുന്ന സമയത്ത് എഴുതി കാണിക്കുന്നു അല്ലെങ്കിൽ വാച്ച് ഫേസിന്മേൽ ഉണ്ട് എന്നല്ലാതെ ആക്ച്വലി എന്തെങ്കിലും ഒരു ആനിമേഷൻ കൂട്ടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വാച്ചിൻ്റെ സ്ക്രീനിൻ്റെ ഫ്രെയിം റേറ്റ് കുറച്ചുകൂടെ കൂട്ടുകയോ കുറച്ചുകൂടെ ബെറ്റർ ഡിസ്പ്ലേ കൊടുക്കുകയോ ബെസൽസ് കുറയ്ക്കുകയോ. ചില വാച്ചുകളിലൊക്കെ ഉണ്ട് സ്ക്രീൻ നടുവിലായിരിക്കും ഈ ഒരു വാച്ചിൻ്റെ പെട്ടിയുടെ ഫോട്ടോയിൽ കാണുന്നത്. പക്ഷേ ആക്ച്വലി വാച്ച് എടുത്ത് നോക്കുമ്പോൾ സ്ക്രീൻ ഭയങ്കര പൊങ്ങിയായിരിക്കും, ഭയങ്കര വലിയ താടിയൊക്കെ ഉണ്ടാവും. സോ അത്തരത്തിലുള്ള മാർക്കറ്റിങ്ങുകളൊക്കെ ചെയ്യാണ്ട് ആക്ച്വലി അങ്ങനത്തെ വാച്ചുകൾ ഉണ്ടാക്കാൻ, അങ്ങനത്തെ നല്ല ഡിസ്പ്ലേസ് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതുപോലെ എന്നെ ഏറ്റവും വിഷമിക്കുന്നൊരു കാര്യമാണ്, ഒരു മാസത്തിൽ ചില കമ്പനികളൊക്കെ 30 വാച്ച്, അതായത് 30 ദിവസവും ഓരോ വാച്ച് വെച്ച് 30 സ്മാർട്ട് വാച്ചൊക്കെ ഇറക്കും. ആൻഡ് ഈ 30 സ്മാർട്ട് വാച്ചുകൾ തമ്മിൽ സ്ട്രാപ്പുകളുടെ കളറും പേരുകളും വ്യത്യാസമൊന്നും അല്ലാണ്ട് ഉള്ളിലുള്ള ഒരു സാധനത്തിലും വ്യത്യാസം ഉണ്ടാവില്ല. സോ എന്തിനാണ് ഇത്രയും വാച്ചുകൾ ഇറക്കിയ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യുന്നത്? ഈവൻ നമ്മളോട് ബ്രോ ഏതാണ് ബെസ്റ്റ് സ്മാർട്ട് വാച്ച് അണ്ടർ 3000 എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരവില്ല. കാരണം എല്ലാം ഒരേപോലെയാണ്. നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടപ്പെട്ട അത് എടുത്തോന്ന് പറയാൻ മാത്രമേ പറ്റുന്ന ഒരു അവസ്ഥയിലാണ്. അതിലും ഭേദം ഒരു 2 സ്മാർട്ട് വാച്ച്, ഒരു ലോവർ വേരിയൻറ്റ്, ഒരു ഹയർ വേരിയൻറ്റ്, ഇതിൽ രണ്ടിലും പ്രോപ്പറായിട്ടുള്ള ഡിഫറൻസിയേഷൻ വരുത്തിയിട്ട് ഫീച്ചേഴ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതും ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ അനാവശ്യമല്ല ആക്ച്വലി വർക്ക് ചെയ്യുന്ന ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 30 വാച്ചിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ലാഭം എന്ന് പറഞ്ഞാൽ ഈ 2 എണ്ണം അടിപൊളിയായിട്ട് വിറ്റുപോയി ഉണ്ടാക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ, വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം മാത്രം എനിക്കൊന്ന് സൂചിപ്പിക്കാനുണ്ട്. വീഡിയോയുടെ താഴെ കുറേ ആൾക്കാർ ഇപ്പോൾ തെറിയൊക്കെ വിളിക്കുന്നുണ്ടാവും. ഇതൊക്കെ അറിഞ്ഞിട്ടും ബ്രോ ഈ കമ്പനികളൊക്കെ എന്തിന് പ്രൊമോട്ട് ചെയ്യുന്നു? അതായത് ഇപ്പോൾ ഒരു വാച്ചിനകത്ത് 110 സ്പോർട്സ് മോഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ വാച്ചിനകത്ത് 110 സ്പോർട്സ് മോഡ് ഉണ്ട് എന്ന് എഴുതിയിട്ടുള്ളതിൽ എനിക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊമോട്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാർ പറയും. എന്തായാലും എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്യാതിരുന്നൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരൊറ്റ ഉത്തരവേ ഉള്ളൂ.
നിങ്ങളുടെ കയ്യിൽ ഒരു 10 രൂപയേ ഉള്ളൂ. 10 രൂപയ്ക്ക് ഉള്ളിൽ എടുക്കാൻ നിങ്ങൾക്ക് താല്പര്യവുമില്ല. ഈ 10 രൂപയ്ക്ക് നിങ്ങൾക്ക് പഴം മേടിക്കണം. 10 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന 10 പഴങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട്. ഈ 10 പഴങ്ങളും ചീഞ്ഞതാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുവാണ് ഇതിൽ ഏതാണ് നല്ലതെന്ന് ചോദിക്കുവാണെങ്കിൽ ഉള്ളതിൽ ഏതിനാണോ കുറച്ച് ചീഞ്ഞത് കുറവുള്ളത് അതിൽ എനിക്ക് എടുത്ത് തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ചെയ്യാത്ത പഴം പോയിട്ട് 10 രൂപയ്ക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. എൻ്റെ അവസ്ഥ ഏതാണ്? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുത്തം 3500 രൂപയ്ക്ക് വാച്ച് ചോദിച്ചുകൊണ്ടെന്ന് അവൻ ആപ്പിൾ വാച്ച് സീരീസ് 7 പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം, 3000 രൂപയുടെ വാച്ചിൻ്റെ വീഡിയോ ഇടുമ്പോൾ അതിന് താഴെ ബ്രോ 2000-ൻ്റെ വാച്ച് ചെയ്യുന്നു പറയും, 2000-ൻ്റെ വീഡിയോ ഇടുമ്പോൾ ബ്രോ 1000-ൻ്റെ ചെയ്യുന്നു പറയും. എന്നാൽ ഹാർട്ട് റേറ്റ് ആക്യുറസി വേണം, ഫ്രെയിം റേറ്റ് വേണം, ബിൽഡ് ക്വാളിറ്റി വേണം, ഇതിനൊന്നും കോംപ്രമൈസ് വരുത്താൻ പറ്റില്ല. കാശ് മാത്രം കുറവായിരിക്കണമെങ്കിൽ ഇതേ കിട്ടുള്ളൂ. സത്യമായിട്ട് ഇത് പറയുന്നത് എനിക്ക് വിഷമമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? ഇതേ നമ്മുടെ മുന്നിലുള്ളൂ. സോ ബ്രാൻഡുകൾ കണ്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നിങ്ങളെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാനും ഓപ്ഷൻസ് ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ നിസ്സഹായ അവസ്ഥയിലാണ്. സോ ഇത്ര ഉള്ളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.